Well, it's such a joy to be here this morning or this afternoon. ഈ മധ്യാഹ്ന സമയത്ത് ഇവിടെ ആയിരിക്കുന്നത് അതീവ സന്തോഷമുള്ള കാര്യമാണ്. And first of all, I want to thank Jesus for giving me the gift of life. ജീവൻ എന്ന ദാനം യേശുക്രിസ്തു എനിക്ക് തന്നതോർത്ത് ആദ്യമായി യേശുവിനെ സ്തോത്രം ചെയ്യുന്നു. And secondly, I want to thank Pastor for giving me this privilege. ഈ ദൈവത്തിന്റെ ദാസൻ ഈ അവസരം ഇവിടെ തന്നതോർത്ത് അദ്ദേഹത്തിന് നന്ദി പറയുന്നു. And also Pastor Thomas P. Thomas for being the one who facilitated my time here in Kerala. ഈ കേരളത്തിലെ സമയങ്ങൾ ക്രമീകരിക്കാൻ പാസ്റ്റർ തോമസിനെ ഉപയോഗിച്ച് ഞാൻ നന്ദി പറയുന്നു. And there's few things I want you to keep in mind as I share my testimony. ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം വെളിപ്പെടുത്തുമ്പോൾ ചില കാര്യങ്ങൾ ഓർത്തിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് You are a very lively church. നിങ്ങൾ നല്ല ചലനമുള്ള ഒരു സഭയാണ്. Yeah. So, okay. Yeah, thank you. Thank you. So, since you are a lively church, നിങ്ങളങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഭ ആയതുകൊണ്ട് I would request you not to clap till the end of the song. പാട്ടുകൾ അവസാനിക്കുന്നിടം വരെ ഇടയ്ക്ക് നിങ്ങൾ കൈകൊട്ടരുത് നിങ്ങൾ അഭ്യർത്ഥിക്കും. Because what I've seen is every sentence people clap when I'm sharing testimony, then finally you're not able to follow the testimony. സാക്ഷ്യത്തിന്റെ ഓരോ വരികളുടെയും പിറകെ ഇങ്ങനെ കൈയടിച്ചുകൊണ്ടിരുന്നാൽ സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുമെന്ന് എനിക്ക് ഭയമുണ്ട്. So that's going to be difficult for you, but I hope you can manage to do that. അതുകൊണ്ട് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം, എങ്കിൽ നിങ്ങൾ അത് പിടിച്ചു നിൽക്കണം എന്ന് നിങ്ങൾ അഭ്യർത്ഥിക്കുക. So till the last till I finish playing the song, don't clap please. പാട്ടുകളുടെ ഇടയ്ക്ക് ദയവായി നിങ്ങൾ കൈയടിക്കാതിരിക്കണം. My prayer is that this day will be a transforming time in your heart and in your mind. നിങ്ങളുടെ ഹൃദയത്തിനകത്തും മനസ്സിനകത്തും രൂപാന്തരം ഉളവാക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. First thing is you can see I have long hair. എനിക്ക് നീണ്ട മുടിയുണ്ട് നിങ്ങൾ കാണുന്നു. And probably some of you have a problem with that. നിങ്ങൾ ചിലർക്ക് അത് ഒരു പ്രശ്നമായിരിക്കാം. And if you have a problem, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ it is your problem, not my problem. അത് നിങ്ങളുടെ പ്രശ്നമാണ്, അദ്ദേഹത്തിന്റെ പ്രശ്നമല്ല. Because this is the way God has created me to do ministry outside. ശുശ്രൂഷ പുറത്ത് ചെയ്യുവാൻ കർത്താവ് എന്നെ ഇങ്ങനെയാണ് വിളിച്ചാക്കിയത്. Because I am a musician. ഞാനൊരു സംഗീതജ്ഞനാണ്. And I am a person who is called for evangelism outside the church. ദൈവസഭയ്ക്ക് പുറത്ത് സുവിശേഷം വെളിപ്പെടുത്തുവാൻ വേണ്ടി എന്നെ വിളിക്കപ്പെട്ടതാണ്. So when I go into prisons, when I go into drug addict places, ഞാൻ ജയിലുകളിലേക്കും മയക്കുമരുന്ന് അടിമകളായിരിക്കുന്ന ഇടയിലേക്ക് ചെല്ലുമ്പോഴും, and when they see me with long hair, അവർ ഇത്തരത്തിൽ നീണ്ട മുടിയുള്ളവനായി എന്നെ കാണുമ്പോൾ they identify with me. അവർ ഞാനുമായിട്ട് ഇഴുകിച്ചേരുവാനിടയാകും. They think that one among us has come here. അവരിൽ ഒരുവൻ അവിടെ ഇടയിൽ ഇറങ്ങി ചെന്നു എന്ന് അവർക്ക് തോന്നുവാൻ തുടങ്ങും. And when I start to share my story, ഞാൻ എൻ്റെ കഥ അവരോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ they come to know that I am not one among them. കഥ കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും അവരിൽ ഒരാളല്ല ഇപ്പോൾ ഞാൻ അവർക്ക് മനസ്സിലാകും. Because my heart is very different from my outward appearance. എൻ്റെ ഹൃദയം എൻ്റെ ബാഹ്യ ലക്ഷണങ്ങളിൽ നിന്ന് വളരെ ദൂരത്താണ്. And then they come to know that I have never smoked, never taken alcohol, I have never taken drugs. പിന്നെ അവർ അറിയാനിടയാകും ഞാൻ ഒരിക്കലും മദ്യപിച്ചിട്ടില്ല, പുകവലിച്ചിട്ടില്ല, മയക്കുമരുന്ന് എടുത്തിട്ടില്ല, ജീവിതത്തിൽ നിന്ന് അവർ തിരിച്ചറിയാനിടയാകും. Then they ask me how that is possible for you to be a good musician and yet you have not done these things. ഒരു നല്ല സംഗീതജ്ഞനായിരിക്കെ എങ്ങനെ നിങ്ങൾക്ക് മയക്കുമരുന്നുകളില്ലാതെ മദ്യമില്ലാതെ ഇതൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കും എന്ന് ചോദിക്കാൻ തുടങ്ങി. Because majority of the world thinks that you have to be in drugs to be a good musician. കാരണം ഭൂരിഭാഗം ലോകത്തിലെ ആൾക്കാർ ചിന്തിക്കുന്നത് സംഗീതജ്ഞനായിരിക്കണമെങ്കിൽ മയക്കുമരുന്നുകാരനായിരിക്കണം. But when they find out that I could be a good musician without drugs, they are willing to hear the gospel of Jesus Christ. ഒരു ലോകത്തിലെ സംഗീതജ്ഞനായിരിക്കെ ഞാൻ മദ്യപിക്കാതെയും മയക്കുമരുന്ന് എടുക്കാതെയും ഇരിക്കുന്നു പറയുമ്പോൾ യേശുക്രിസ്തു സുവിശേഷത്തെ ശക്തിയാണ്. And when I go into the Islamic countries, ഞാൻ ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ when they look at me like this, they have no clue that I am actually a minister. ഞാൻ ഇങ്ങനെ ഇത്തരത്തിൽ അവിടെ കാണപ്പെടുമ്പോൾ അവർക്ക് ഒരിക്കലും ഒരു സൂചന പോലുമില്ല ഞാനൊരു ദൈവ ശുശ്രൂഷകനാണ്. Because I look like a party person. ഞാനൊരു party. ഒരു പാർട്ടിക്കാരൻ, ഒരു എന്താ പാർട്ടി നിങ്ങൾക്കറിയാമല്ലോ, പാർട്ടിയിൽപ്പെട്ട പാർട്ടികൾക്ക് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഒരു പയ്യനാണെന്ന് വിചാരിക്കും. And so they have no trouble in me coming into their countries. അവരുടെ രാജ്യങ്ങളിലേക്ക് ഞാൻ ചെല്ലുന്നതിന് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ And by God's grace I am able to touch lives there. അവിടെ ജീവിതങ്ങളെ സ്പർശിക്കുവാൻ കർത്താവിന്റെ കൃപയാൽ എനിക്ക് സാധിക്കുന്നു. So that's the only reason I have long hair. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ മുടി വളർത്തുന്നത്. And I hope that is not a problem for you. അത് നിങ്ങൾക്ക് പ്രശ്നമാകത്തില്ലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Again, if that is a problem, it is your problem, not my problem. ഇനിയും നിങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ അത് നിങ്ങളുടെ തന്നെ പ്രശ്നമാണെന്ന് അദ്ദേഹം പറയുന്നു. Whatever I can with myself, I just want to be the representation of Jesus outside there. ഏതെല്ലാം തരത്തിൽ യേശുക്രിസ്തുവിന്റെ സാക്ഷിയായിരിക്കാമോ അതാണ് എൻ്റെ ലക്ഷ്യം. Before I play a song,
ഞാൻ ഈ പാട്ടുകൾ വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് I just want to tell you about my life. എൻ്റെ ജീവിതത്തെക്കുറിച്ച് അല്പം നിങ്ങൾ പറയട്ടെ. And you know, my father is an aerospace scientist. എൻ്റെ പിതാവ് ഒരു പ്ലെയിൻ ഡിസൈൻ ചെയ്യുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. And being the firstborn in the family, I was expected to become like my father. ഭവനത്തിലെ ആദ്യജാതൻ എന്ന നിലയിൽ എൻ്റെ പിതാവിനെ പോലെ ഞാനുമായി തീരുമെന്ന ഒരു പ്രതീക്ഷയായിരുന്നു. And when I failed his expectations, I was considered to be the shame and the curse of my ആ family. പ്രതീക്ഷയൊക്കെ അസ്ഥാനത്തായപ്പോൾ ഭവനത്തിന്റെയും കുടുംബത്തിന്റെയും ലജ്ജയ്ക്ക് കാരണമായി തീർന്നു ഞാൻ. How many times parents have had our own expectations on children? നമ്മൾ മാതാപിതാക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് എത്ര വലിയ പ്രതീക്ഷകളാണ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. I want to tell you, parents, dream the dreams of God for your children, not the dreams of this world. മാതാപിതാക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ ലോകത്തിന്റെ സ്വപ്നങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രതി കൊണ്ടു നടക്കാതെ സ്വർഗത്തിലെ ദൈവത്തിന് അവനെ കുറിച്ച് സ്വപ്നങ്ങൾ നിങ്ങൾ കൊണ്ടു നടക്കണം. Remember that your children are humans, they are not machines. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ യന്ത്രങ്ങളല്ല, അവർ മനുഷ്യരാണെന്ന് ഓർത്തിരിക്കണം. And it was hard for me to keep up to the expectation of this intelligent father. എൻ്റെ ഈ വളരെ മിടുക്കനായ ഈ ശാസ്ത്രജ്ഞനായ എൻ്റെ പിതാവിൻ്റെ പ്രതീക്ഷകൾക്കൊത്തണം ഉയരുവാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി. I was born with asthma. ഞാൻ ആസ്മയോടെയാണ് ജനിച്ചു വീണത്. And from the age of 2 till the age of 16, I was on wrong medication. 2 വയസ്സ് മുതൽ 16 വയസ്സ് വരെ തെറ്റായ മരുന്നുകളാൽ ചികിത്സിക്കപ്പെട്ടു. And for 14 years, I was on high dosage of cortisone steroids. 14 വർഷം ഞാൻ വളരെ ഉയർന്ന നിലവാരത്തിൽ അളവുകളിൽ കോർട്ടിക്കോസ്റ്റെറോയിഡ്സിനാൽ ചികിത്സിക്കപ്പെട്ടു. And as a result, 60% of my lungs got damaged. അനന്തഫലമായി 60% എൻ്റെ ശ്വാസകോശം നഷ്ടമായി പോയി. And I developed arthritis in my joints. എൻ്റെ ശരീരത്തിൽ എൻ്റെ സന്ധികളിൽ ഞാൻ സന്ധിവാദം അതിനാൽ പിടിപെട്ടു. I was considered to be a useless child to my society. പ്രയോജനരഹിതമായ ഒരു പയ്യനായി സമൂഹത്തിൽ ഞാൻ കാണപ്പെട്ടു. I was even thrown out of the school. ഞാൻ സ്കൂളിൽ നിന്ന് പുറത്തറിയപ്പെട്ടു. They said you are useless. നീ പ്രയോജനമില്ലാത്തവൻ, ഉപയോഗമില്ലാത്തവൻ അവർ എന്നോട് പറഞ്ഞു. So every direction of my life people said you are useless. എൻ്റെ ജീവിതത്തിന്റെ എല്ലാ ദിശകളിലും ഞാൻ ഈ ശബ്ദം കേട്ടു, നീ പ്രയോജനമില്ലാത്തവൻ, കൊള്ളരുതാത്തവൻ. Nobody wanted to be my friend. എൻ്റെ കൂട്ടായിരിക്കാൻ, സുഹൃത്തായിരിക്കാൻ ആർക്കും ഇഷ്ടമില്ലായിരുന്നു. And at 16 the doctors gave me 6 months to live because of the deterioration of my lungs. എൻ്റെ ശ്വാസകോശത്തിന്റെ നശിച്ച അവസ്ഥ കാരണം ഡോക്ടർമാർ 16 വയസ്സിൽ എന്നോട് പറഞ്ഞു, നിനക്ക് 6 മാസം കൂടെ ജീവിതമുണ്ടെന്ന്. What will you do with life when you have 6 months in hand? നിനക്കിനി 6 മാസമേ ജീവിക്കാനുള്ളെങ്കിൽ ആ ജീവിതം കൊണ്ട് നീ എന്ത് ചെയ്തെടുക്കും? When most of the young people at 16 are trying to dream a big future. ഒരു വലിയ ഭാവിയെക്കുറിച്ച് സ്വപ്നം നെയ്തുകൊണ്ടിരിക്കുന്ന 16 വയസ്സിൽ ഭൂരിഭാഗം കുട്ടികളും അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. But I only have 6 months to live. പക്ഷേ എനിക്ക് ഇനി 6 മാസമേ ജീവിക്കാനുള്ളൂ. And I didn't want to live anymore. അവിടെ എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ലാതായി. I gave up all hope. എല്ലാ പ്രതീക്ഷകളും ഞാൻ ദൂരെ കളഞ്ഞു. And I contemplated to commit suicide. ഞാൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങി. But it was during that time Jesus reached out to me. ആ സമയങ്ങളാണ് യേശു ക്രിസ്തു കൈനീട്ടി എന്നെ തൊട്ടത്. Jesus reached out to me at the lowest point of my life. എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും താഴ്ന്ന നിലകളിൽ യേശു ക്രിസ്തു കൈനീട്ടി എന്നെ തൊട്ടു. You know, people ask me, Benny, why is Jesus so important for you? പലരും യേശുവിനെ കുറിച്ച് എന്നോട് ചോദിക്കും, യേശു നിനക്ക് എന്തുകൊണ്ട് ഇത്ര പ്രധാനപ്പെട്ട വ്യക്തിയായി മാറി ബെന്നി എന്ന് ചോദിച്ചു. Yes, he gave me eternal life. അവൻ എനിക്ക് നിത്യജീവൻ തന്നുള്ളത് ശരിയാണ്. But he also reached out to me at the lowest point of my പക്ഷേ life. എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും താഴ്ന്ന സമയങ്ങളിൽ, ഏറ്റവും തകർച്ചയുടെ സമയങ്ങളിൽ അവനെ തൊട്ടു എന്നുള്ളതാണ്. You know, today being an accomplished musician in the world, ഞാൻ അറിയപ്പെടുന്ന ലോകോത്തര സംഗീതജ്ഞനായിരിക്കെ I have all kinds of people who want to be my friends. എൻ്റെ സുഹൃത്തുക്കളായിരിക്കാൻ ആഗ്രഹിക്കുന്ന അനവധി പേർ ഇന്ന് ലോകത്തിൽ എനിക്കുണ്ട്. I remember when I was playing in Singapore for the president. ഞാൻ പ്രസിഡന്റിന് വേണ്ടി സിംഗപ്പൂരിൽ ഈ സംഗീതം വായിക്കുമ്പോൾ He came up to the stage and he said, Benny, can you please bring your guitar? I want to take a picture with you. അദ്ദേഹം സ്റ്റേജിൽ കയറി വന്ന് എൻ്റെ അടുത്തൂടെ ഗിറ്റാർ എടുത്തുകൊണ്ട് വരാമോ, എനിക്കൊരു ഫോട്ടോ എൻ്റെ കൂടെ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. The president of Nigeria walks up to the stage. നൈജീരിയയിലെ പ്രസിഡന്റ് സ്റ്റേജിന്റെ മുകളിൽ കയറി വന്നിട്ട് And he പറയുന്നു, says, Benny, today is my 72nd birthday. You have to come home for dinner. ബെന്നി, എൻ്റെ 72ാമത്തെ പിറന്നാളാണ്, എൻ്റെ ഭവനത്തിലേക്ക് ഭക്ഷണത്തിനാണ് നീ എൻ്റെ കൂടെ വരണമെന്ന് പറയുന്നു. This is the cheapest form of friendship. ഞാൻ ചിന്തിക്കുന്നു, ഏറ്റവും താണ നിലവാരത്തിലുള്ള സുഹൃത്ത് ബന്ധമാണ് ഇപ്പോൾ കേട്ടത്. If somebody wants to be your friend because you have some talent or because you have money or influence, that is no friendship at all. നിങ്ങൾക്ക് എന്തെങ്കിലും താലന്തോ പണമോ അല്ലെങ്കിൽ സ്വാധീനമോ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ചങ്ങാതിയായ സുഹൃത്തായിരിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഏറ്റവും താഴ്ന്ന നിലവാരമുള്ള സുഹൃത്ത് ബന്ധമാണ്. These kinds of friendship will not last for a long time. ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ നിലനിൽക്കുകയില്ല അധിക നാൾ. But people ask me, why Jesus? ജനങ്ങൾ എന്നോട് ചോദിക്കും, എന്തുകൊണ്ട് യേശു?
Jesus reached out to me at the lowest point of my life. എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും തകർന്ന സമയങ്ങളാണ് യേശു എന്നെ When തൊടുവാൻ my own school said, we don't want you, Jesus said, I need you. എൻ്റെ സ്വന്തം സ്കൂളുകാർ പറഞ്ഞു ഞങ്ങൾക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു എനിക്ക് നിന്നെ വേണം. And so I gave my broken life into the hands of Jesus എൻ്റെ Christ. തകർന്നു തുടങ്ങിയ ജീവിതം യേശുക്രിസ്തുവിന്റെ കയ്യിൽ ഞാൻ കൊടുത്തേൽപ്പിച്ചു. He said he could transform me and make me a new person. അവൻ എന്നോട് പറഞ്ഞു അവൻ എന്നെ രൂപാന്തരപ്പെടുത്തി എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി The മാറ്റി. Bible says if anyone is in Christ, he is a new creation. വേദപുസ്തകം പറയുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. The old has gone and the new has come. ഇതാ പഴയതെല്ലാം കഴിഞ്ഞു പോയി പുതിയത് വന്നു ചേർന്നിരിക്കുന്നു. My friends, Jesus is more than healing. സുഹൃത്തുക്കളെ, യേശുക്രിസ്തു സൗഖ്യത്തെക്കാൾ വലുതാണ്. Jesus is more than a financial provider. ഒരു സാമ്പത്തികമായ നന്മ തരുന്ന ഒരു ദൈവത്തെക്കാൾ വലിയവനാണ് യേശുക്രിസ്തു. Jesus is eternal life. യേശുക്രിസ്തു നിത്യജീവനുമാണ്. There is eternal life which nobody can ever give you. മറ്റാർക്കും ഒരിക്കലും നൽകി തരാൻ വയ്യാത്ത നിത്യമായ ജീവനും എൻ്റെ പക്കലുണ്ട്. I studied Sanskrit. ഞാൻ സംസ്കൃതമാണ് പഠിച്ചത്. There's a verse in Rig Veda. ഋഗ്വേദത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട്. I don't know why I'm saying, but probably it's for one person to hear this. ഞാൻ എന്തുകൊണ്ടാണ് അത് പറയുന്നത് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ നിങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വേണ്ടിയായിരിക്കാം ഞാനത് The പറയുന്നത്. Rig Veda says sarva papa pariharo rakta prokshanam avasyam tad raktam parmatmena punyadana balyagam. അങ്ങനെ ഒരു വാക്യം സംസ്കൃതത്തിൽ സർവ്വപാപപരിഹാരത്തെ കുറിച്ച് പറയുന്നു. And it says that in this world all of us are sinners. ഈ ലോകത്തിൽ നാം എല്ലാവരും പാപികളാണെന്നാണ് ആ വാക്യം പറയുന്നത്. And we need forgiveness to get rid of our sin. നമ്മുടെ പാപങ്ങൾ നാം മോചിതനാകുവാൻ നമുക്ക് പാപമോചനം ആവശ്യമാണെന്ന് ആ വാക്യം പറയുന്നു. And to attain eternal life we must not have sin. നിത്യജീവനെ നാം പ്രാപിക്കണമെങ്കിൽ നമ്മൾ പാപരഹിതമായിരിക്കണം നാം എന്നും ആ വാക്യം പറയുന്നു. Now this forgiveness has to come in the form of a blood sacrifice. ഈ മോചനം ഒരു രക്തപരിഹാരത്തിന്റെ വഴിയിൽ കൂടെ വരണമെന്നും അത് പറയുന്നു. And this blood sacrifice should not be from a bird or an animal but should be God himself. ഈ രക്തപരിഹാരം ഒരു മൃഗത്തിൽ നിന്നോ ഒരു പക്ഷിയിൽ നിന്നോ ആകരുത്, ദൈവത്തിൽ തന്നെ ആകണമെന്നും ആ വാക്യം പറയുന്നു. And when I search the gods and goddesses of all the world, I could only find Jesus being God who became a blood sacrifice for your sin and my sin. ലോകത്തിലെ ദേവീദേവന്മാരെ എല്ലാം ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് ഒരുത്തൻ മാത്രമാണ് കണ്ടത് ഇത്തരത്തിൽ നിങ്ങൾക്കും എനിക്കും വേണ്ടി പരിഹാരമായത് യേശുക്രിസ്തു മാത്രം. My prayer is that if you have never ever given your life to Jesus, എൻ്റെ പ്രാർത്ഥന ഇന്ന് ഇതാണ്, നിങ്ങൾ ആരെങ്കിലും യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചിട്ടില്ല എങ്കിൽ, എപ്പോഴെങ്കിലും സമർപ്പിച്ചിട്ടില്ല എങ്കിൽ, no matter what your past is, നിങ്ങളുടെ എന്ത് ഭൂതകാലമായ എത്ര പഴയകാലം എന്തായിരുന്നാലും, if you make him your only Lord and Savior, നിങ്ങളുടെ സ്വന്തമായ ഏക കർത്താവിനെ രക്ഷിതാമാക്കിയാൽ, the assurance is that he will forgive your sins. അവൻ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കും എന്നുള്ളതാണ് അവന്റെ ഉറപ്പ് നിങ്ങളോടുള്ളത്. He will make you a new creation. നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കി മാറ്റുമെന്നുള്ളതാണ്. And he will grant you eternal life. നിങ്ങൾക്ക് നിത്യജീവനെ നൽകി തരും. So that's what happened with my life. അതാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. From being a completely useless person, God transforms me and make me a new creation. ഒരു പൂർണ്ണമായും പ്രയോജനരഹിതമായ ഒരു മനുഷ്യത്തിന്റെ അവസ്ഥയിൽ നിന്ന് കർത്താവ് എന്നെ പ്രയോജനപ്പെടുന്ന ഒരു പുതിയ മനുഷ്യനാക്കി When I മാറ്റി. came to Jesus, I came open-handed. ഞാൻ തുറന്ന കൈകളോടെ യേശുവിന്റെ അടുത്തേക്ക് വന്നു. I had nothing in my hands. എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. And I told Jesus, what is your dream for my life? ഞാൻ യേശുവിനോട് ചോദിച്ചു, എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള നിന്റെ സ്വപ്നം എന്താണ് യേശുവേ? My dream was to go to one country in my lifetime. ഇദ്ദേഹത്തിന്റെ സ്വപ്നം തന്റെ ജീവിതകാലത്ത് ഒരു രാജ്യത്തെങ്കിലും ദേശം വിട്ട് പോകുവാനായിരുന്നു അദ്ദേഹത്തിന്റെ It was ആഗ്രഹം. only a dream. It was beyond my imagination. ആ സാഹചര്യങ്ങളിൽ അത് തന്റെ സ്വപ്നം മാത്രമായിരുന്നു, തന്റെ സങ്കല്പത്തിന് അതീതമായിരുന്നു അങ്ങനെ ഒരു സാധ്യത. But in 2002, I asked Jesus, what is your dream for my life? പക്ഷെ 2002 ഞാൻ യേശുവിനോട് ചോദിച്ചു, നിനക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നം എന്താണ് യേശുവേ? The Bible says that his ways are higher than our ways and his thoughts are higher than our thoughts. വേദപുസ്തകം പറയുന്നു, അവന്റെ വഴികൾ നമ്മുടെ വഴികളെക്കാൾ ഉന്നതവും അവന്റെ ചിന്തകൾ നമ്മുടെ ചിന്തകളെക്കാൾ അതീതവുമായിരിക്കുന്നുവെന്ന്. And so I asked Jesus, what is your dream? അതുകൊണ്ട് യേശുവേ, നിനക്ക് എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണ്, സ്വപ്നം എന്താണ്? He is the best career guide that you can ever have. നിങ്ങൾക്ക് ഏറ്റവും നല്ല കരിയർ ഗൈഡൻസ് തരാൻ പറ്റുന്ന ആൾ യേശുക്രിസ്തുവാണ്. Parents, you are trying to look for career for your children. He is the best guidance you can നിങ്ങളുടെ ever have. കുഞ്ഞുങ്ങൾക്ക് നല്ല ശുഭഭാവിക്ക് വേണ്ടി നല്ലൊരു ഗൈഡൻസ് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, അത് യേശുവിൽ നിന്നാണ് ലഭിക്കാൻ പോകുന്നത്. Young people, you are at the crossroads of making decisions. യൗവനക്കാരെ, തീരുമാനത്തിന്റെ മുക്കിലാണ് നിങ്ങൾ നിൽക്കുന്നത്. Let your decision not be based on how much money you will earn. നിങ്ങളുടെ തീരുമാനം നിങ്ങൾ എത്ര സമ്പാദ്യം ഉളവാകുമെന്നതിനെ കുറിച്ച് ആശ്രയിച്ചായിരിക്കാതിരിക്കട്ടെ. But let your decision be made on and based on the true calling of Jesus for your life. യേശുക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള ദൈവവിളിയുടെ സത്യത്തെ അനുസരിച്ചായിരിക്കട്ടെ നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ. Bible says, seek ye first the kingdom of God and his righteousness, and all these things will be added into your life. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ ഇതൊക്കെ നിങ്ങൾ ചേർത്തരപ്പെടുമെന്ന് ദൈവവചനത്തിൽ പറയുന്നു.
And so Jesus told me, യേശു ക്രിസ്തുവിനോട് ഇങ്ങനെ പറഞ്ഞു, I want to take you to every country by 2010. 2010 ഞാൻ നിന്നെ ലോകത്തിലെ സകല രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. I looked at Jesus and said, this is impossible. ഞാൻ യേശുവിനെ നോക്കി പറഞ്ഞു, കർത്താവേ, ഇത് അസാധ്യമാണ്. There has not been one example in the history of mankind where a musician has been to every country. ഒരു സംഗീതജ്ഞൻ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും കയറി ഇറങ്ങിയതിനെ കുറിച്ച് ഒരു ചരിത്രം ഭൂമിയിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ലല്ലോ കർത്താവേ. Not even one example in the history. ഒരുത്തൻ പോലും അത്ര ചരിത്രത്തിലുള്ള ഒരു സംഗീതജ്ഞനില്ല. So I'm thinking, what makes me think that I could do it? അതുകൊണ്ട് പിന്നെ എങ്ങനെ എനിക്കിത് സാധിക്കും ഞാൻ ചിന്തിക്കാൻ പറ്റും. How many times God has spoken impossible things into our life? നമ്മുടെ ജീവിതങ്ങളിലേക്ക് അസാധ്യമെന്ന് തോന്നിയ കാര്യങ്ങൾ എത്രയോ പ്രാവശ്യം ദൈവം And സംസാരിച്ചിരിക്കുന്നു. we look at our own strength and our own ability and we come to a conclusion, this is impossible. നാമോ നമ്മുടെ ശക്തിയിലും നമ്മുടെ കഴിവിലും ആശ്രയിച്ച് ചിന്തിച്ച് നോക്കിയിട്ട് നമ്മൾ പറയും ഇത് നമ്മെ കൊണ്ട് സാധ്യമല്ല എന്ന്. But Jesus told me, Benny, what is impossible for you is possible for me. പക്ഷേ യേശു അന്ന് എന്നെ നോക്കി പറഞ്ഞു, ബെന്നി, നിനക്ക് അസാധ്യമായത് എന്നെ കൊണ്ട് സാധ്യമാണ്. I have an Indian passport. എനിക്കൊരു ഇന്ത്യയുടെ പാസ്പോർട്ടാണ് ഉള്ളത്. We need visas to so many countries. അതിന് ലോകരാജ്യങ്ങളിൽ പോകണമെങ്കിൽ പല വിസകളുടെ ആവശ്യമുണ്ട്. I had 1,000 rupees a month as a missionary. അന്നത്തെ കാലത്ത് 1000 രൂപയാണ് ഒരു മിഷണറി ആയിട്ട് എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. How can I travel to the nations? മറ്റ് രാജ്യങ്ങളിലേക്ക് എങ്ങനെ എത്ര തുക കൊണ്ട് പോകാൻ പറ്റും? And many times Indians are known for asking for money on the mission field. ശുശ്രൂഷ രംഗത്ത് പല ഇന്ത്യക്കാരും കാശിന് വേണ്ടി ചോദിക്കുന്ന ഒരു ചരിത്രമാണുള്ളത്. And I wanted to be a different testimony as an Indian. ഞാനൊരു ഇന്ത്യക്കാരൻ നിലയിൽ ഒരു വ്യത്യസ്തമായ ജീവിത സാക്ഷ്യമുള്ളവനായി തീരുവാൻ ആഗ്രഹിച്ചു. So that ultimately the glory will go to Jesus and Jesus alone. ആത്യന്തികമായി യേശുവിനും യേശുവിന് മാത്രവുമായി സകല മഹത്വം ഉണ്ടാകേണ്ടതാണ് ഞാൻ അങ്ങനെ So ആഗ്രഹിച്ചത്. I made a commitment with Jesus. അതുകൊണ്ട് ഞാൻ യേശുവിനോട് അന്നൊരു സമർപ്പണം എടുത്തു. One, I will never ask for money. ഒന്നാമത്തെ സമർപ്പണം, ഞാൻ ഒരിക്കലും പണം ചോദിക്കുകയില്ല. Two, I will never borrow money. രണ്ട്, ഞാൻ പണം ഒരിക്കലും കടമെടുക്കുകയില്ല. Number three, I will never take a loan. ഞാൻ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു കടം വായ്പ സ്വീകരിക്കുകയില്ല. Number four, I will never depend on a credit card. നാല്, ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ആ സംവിധാനം ഉപയോഗിച്ച് ഞാൻ ജീവിക്കുകയില്ല. I said, Jesus, this is your vision, this is your plan. ഞാൻ പറഞ്ഞു, യേശുവേ, ഇത് നിന്റെ പദ്ധതിയാണ്, നിന്റെ പ്ലാനാണിത്. So you provide for me. നീ അതിനു വേണ്ടി പണം ഒരുക്കണം. I don't want to help God. ഞാൻ ദൈവത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. He does not need my ideas. അവൻ എന്റെ ആശയങ്ങൾക്ക് ആവശ്യമില്ല. He requires my obedience. അവൻ എന്റെ അനുസരണമാണ് ആവശ്യം. God speaks different things to you. ദൈവം നിങ്ങളോട് വ്യത്യസ്തമായ കാര്യങ്ങളാണ് I സംസാരിക്കുന്നത്. want to challenge you. ഞാൻ നിങ്ങളെ ഒന്ന് വെല്ലുവിളിച്ച് പറയട്ടെ ഇന്ന് കാലത്ത്. Don't look up to the bank as your ultimate provider. നിങ്ങളുടെ ബാങ്ക് നിങ്ങളുടെ പ്രൊവൈഡറായി, നിങ്ങളുടെ നന്മകൾ നൽകി തരുന്നവരായി കാണരുത്. Look up to Jesus and obey what he tells you to do. യേശുവിനേക്ക് നോക്കുക, അവൻ പറയുന്നത് അനുസരിക്കുക. And today this is how my passport looks. ഇന്ന് ഇങ്ങനെയാണ് എന്റെ പാസ്പോർട്ട് കാണപ്പെടുന്നത്. So this is my one passport. ഇതെന്റെ ഒറ്റ പാസ്പോർട്ടാണ്. And I have to make it into two pieces because it's not fitting into the machines അത് anymore. മെഷീൻ അടിയിൽ വെച്ചാൽ ഒന്നിച്ച് കയറാൻ മേലാത്തോണ്ട് ഇപ്പൊ രണ്ട് കഷ്ണമാക്കി വെച്ചിരിക്കുക. And this is my proof of my travel to every single country in the ഞാൻ world. ലോകത്തിലെ എല്ലാ ഓരോ രാജ്യങ്ങളിലും യാത്ര ചെയ്തു എന്നുള്ള തെളിവ് ഇതിനകത്തുണ്ട്. Just like the way Jesus promised. യേശു എന്നോട് വാഗ്ദത്തം ചെയ്തതുപോലെ I am a very ordinary person. ഞാൻ ഒരു സർവ്വസാധാരണ മനുഷ്യനാണ്. I face challenges every day. എല്ലാ ദിവസവും ഞാൻ ഒരു വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. Every day I face temptations. എല്ലാ ദിവസവും എനിക്ക് പരീക്ഷണങ്ങൾ And ഉണ്ടാകാറുണ്ട്. it is only the strength of Jesus that gives me the strength to overcome all these problems. ഈ പ്രലോഭനങ്ങളെയും പരീക്ഷണങ്ങളെയും അതിജീവിക്കാൻ യേശുവിന്റെ സഹായത്താലാണ് എനിക്ക് സാധിക്കുന്നത്. But Jesus is a faithful God. പക്ഷേ യേശു വിശ്വസ്തനായ ദൈവമാണ്. Bible says he is not a man that he lies, nor a son of man that he changes his mind. ദോഷ് പറയാൻ മനുഷ്യനും അവൻ വാക്ക് മാറ്റുവാൻ അവൻ മനുഷ്യപുത്രനുമല്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. He who began a good work in you is faithful to complete it. നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് കർത്താവിന് നാളോളം നിവർത്തിക്കുവാൻ വിശ്വസ്തനാണെന്ന് കർത്താവിന്റെ So വചനം till പറയുന്നു. today I have never asked for money. അതുകൊണ്ട് ഇന്ന് വരെ ഞാൻ ആരോടും പണം ചോദിക്കേണ്ടി വന്നിട്ടില്ല. Even at the Olympic Games they asked me, what is your fees to play at the Olympics? ഒളിമ്പിക് ഗെയിംസിൽ ഞാൻ പോയപ്പോൾ നിങ്ങളുടെ ഫീസ് എന്താണ് ആദ്യം ചോദിച്ചു. I said I never ask for money. ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഫീസ് പണമായി ചോദിക്കാറില്ലെന്ന് പറഞ്ഞു. They said we have never had an artist say such thing. എനിക്ക് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിട്ടേ ഇല്ല. So they asked me, how do you sustain? പിന്നെ എങ്ങനെയാണ് നിങ്ങളെ തന്നെ നിലനിർത്തുന്നത് അവർ You ചോദിക്കാറുണ്ട്. travel a lot, where you get the money? നിങ്ങൾ ഒത്തിരി യാത്ര ചെയ്യുമല്ലോ, എവിടെ നിന്നാണ് ഇതിനെല്ലാം പണം ഉണ്ടാകുന്നത്? I'm able to tell them that I am a Christian. ഞാൻ പറയാൻ എനിക്ക് സാധിക്കുന്നു, ഞാൻ ക്രിസ്ത്യാനിയാണ്. I believe in the voice of Jesus. ഞാൻ യേശുവിന്റെ ശബ്ദം കേട്ട് അതിൽ വിശ്വസിക്കുന്നു. He told me he will provide for me and I can travel. അവൻ എനിക്ക് നൽകി തരുമെന്നും എനിക്ക് അവൻ്റെ കൂടെ യാത്ര ചെയ്യാമെന്നും ഉണ്ട്.
And today this is the proof of his faithfulness. ഇന്ന് ഈ കയ്യിലിരിക്കുന്നത് അവന്റെ വിശ്വസ്തയുടെ തെളിവാണ്. Nobody can challenge the faithfulness of Jesus Christ. യേശുക്രിസ്തുവിന്റെ വിശ്വസ്തതയെ ആർക്കും ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. And today hold on to the promises of Jesus in your life. ഇന്ന് യേശുവിന്റെ വാഗ്ദത്തങ്ങളോട് നിങ്ങൾ മുറുകെ പിടിച്ചു നിൽക്കുവാൻ നിങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. Young people, I want to challenge you. യൗവനക്കാരെ, നിങ്ങളെ ഞാൻ ഉത്സാഹിപ്പിച്ച് Hold വെല്ലുവിളിക്കട്ടെ. on to the promise of Jesus in your life. യേശുവിന്റെ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുള്ളതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുക. Learn to live a clean and a pure life. നിർമ്മലവും വിശുദ്ധമായ ജീവിതം ജീവിക്കുവാൻ നിങ്ങൾ അഭ്യസിക്കുക. It is not easy, അതത്ര എളുപ്പമുള്ള കാര്യമല്ല, but it is not impossible. പക്ഷെ അസാധ്യമായ കാര്യവുമല്ല. Recently I had to go for an HIV test. ഒരു എയ്ഡ്സ് പരിശോധനയ്ക്ക് ഈയിടെ ഞാൻ പോകേണ്ടി വന്നു. For one of the visas I needed to get an AIDS test. ഒരു വീസയ്ക്കായിട്ട് ഞാൻ ഒരു എയ്ഡ്സിന്റെ പരിശോധനയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് കൊടുക്കേണ്ടി വന്നു. I gave my blood for the test in the morning. എന്റെ രക്തം പരിശോധനയ്ക്ക് കാലത്ത് കൊടുത്തു. In the evening the doctor, when I came to take the reports, സായാഹ്നത്തിൽ ഞാൻ റിപ്പോർട്ട് എടുക്കാൻ വന്നപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു. doctor smiled at me and he shook my hand and he said, Benny, congratulations, you are HIV negative. എന്റെ മുഖത്ത് നോക്കി എന്റെ കൈ പിടിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ബെന്നി, കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ HIV നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. I said, I know that, doctor. ഞാൻ പറഞ്ഞു, ഡോക്ടർ, എനിക്കതറിയാം. Because I have never slept with a girl. ഞാൻ ഒരിക്കലും ഒരു പെൺകുട്ടിയുടെ ഉറങ്ങാത്തതുകൊണ്ട് എനിക്കറിയാം ഞാൻ എയ്ഡ്സ് നെഗറ്റീവ് ആണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. He was shocked. അദ്ദേഹം അങ്ങ് സ്തബ്ധനായി പോയി. Because being an international artist, ഞാനൊരു അന്തർദേശീയ സംഗീതജ്ഞനായിരിക്കുകൊണ്ട്, in a world that we live in where sin has become so common, നാം ജീവിക്കുന്ന ലോകത്തിൽ പാപം സർവത്രികമായതുകൊണ്ട്, where the relationship between boys and girls have become so immoral, ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള ബന്ധം ഇത്ര അരാജകത്വത്തിലായി പോയതുകൊണ്ട്, the question people ask me is, how can you stay pure? എന്നോട് പലരും ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് എങ്ങനെ നിർമ്മലമായി ജീവിക്കാൻ പറ്റും? And the doctor told me, ആ ഡോക്ടറിനോട് ഇങ്ങനെ പറഞ്ഞു, but you don't know this. നിങ്ങൾക്കിത് അറിയത്തില്ല. You are the first international artist who is genuinely HIV negative. എൻ്റെ അടുത്ത് വന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൽ യഥാർത്ഥമായി HIV ടെസ്റ്റ് നെഗറ്റീവ് വന്ന ആദ്യത്തെ അന്താരാഷ്ട്രീയ സംഗീതജ്ഞൻ നിങ്ങളാണെന്ന് പറഞ്ഞു. He said that every international artist he did a blood test, they've always been HIV positive. എല്ലാ അന്താരാഷ്ട്രീയ സംഗീതജ്ഞനും അവർ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആയിരുന്നു HIV-ക്ക്. It's beautiful to be a Christian in this crowd. ഈ ആൾക്കൂട്ടത്തിനിടയിൽ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നത് വളരെ എളുപ്പമാണ്. But when you go out, you have to remain as a Christian as you have come പക്ഷേ here. നിങ്ങൾ ഈ ജനക്കൂട്ടം വിട്ട് പുറത്ത് പോകുമ്പോഴും നിങ്ങൾ ഒരു ക്രിസ്ത്യാനി ആയിരിക്കേണ്ടതാണ് ഏറ്റവും അത്യാവശ്യം. Let us take a stand and be a righteous person with the help of Jesus. നമുക്കൊരു തീരുമാനമെടുക്കാം, നിലപാടെടുക്കാം, യേശുക്രിസ്തുവിന്റെ സഹായത്താൽ നീതിയുള്ള ജീവിതം ജീവിക്കാൻ തുടങ്ങാം. You and I can be a difference in this world today. നിങ്ങൾക്കും എനിക്കും ഈ ലോകത്തിൽ ഒരു വ്യത്യസ്തമായ ജീവിത നിലവാരം പുലർത്താൻ സാധിക്കും. Money does not decide everything. പണം സകല കാര്യങ്ങളുടെയും തീരുമാനമാകാൻ ആവശ്യമില്ല. And my passport is the proof. എന്റെ പാസ്പോർട്ട് അതിന്റെ ഒരു തെളിവാണ്. And on the 22nd of November 2010, 2010 നവംബർ 22 I became the world's fastest man to travel to every country. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഏറ്റവും അതീവ വേഗത്തിൽ യാത്ര ചെയ്ത ആദ്യത്തെ വ്യക്തിയായി തീർന്നു. 4 world records were broken. 4 വേൾഡ് റെക്കോർഡുകൾ ഉടയ്ക്കപ്പെട്ടു. God gave me the grace and the strength to be an Indian, to be a Christian, to make history for his glory. ദൈവം എനിക്ക് തന്റെ രാജ്യത്തിന് വേണ്ടി ഒരു ഭാരതീയനായിരിക്കെ, ഒരു വിശ്വാസിയായിരിക്കെ, സാക്ഷിയായിരിക്കാൻ കർത്താവിനെ സഹായിച്ചു. And if God can pick a broken person like me and make history, imagine the plans and the dreams he has for each one of you. അങ്ങനെ എന്നെ പോലെ തകർന്നുടഞ്ഞവനായിരുന്ന ഒരു വ്യക്തിയെ എടുത്ത കർത്താവിന് ഇത്രത്തോളം മാറ്റാമെങ്കിൽ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് എത്ര വലിയ പദ്ധതിയാണുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. Young people, remember you have been created in the image of God. യൗവനക്കാരെ, നിങ്ങൾ ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട് നിങ്ങൾ ഓർക്കേണ്ടിയിരിക്കുന്നു. You are not an ordinary person. നിങ്ങൾ ഒരു സാധാരണ വ്യക്തിയല്ല, നിങ്ങൾ അറിഞ്ഞിരിക്കണം. You are not a person what the world thinks about. ലോകം നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അതല്ല നിങ്ങൾ ഓർത്തിരിക്കണം. You have been bought by a precious blood of Jesus. That's the price that Jesus paid for you. യേശുവിന്റെ വിലയേറിയ രക്തത്താൽ നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടിരിക്കുന്നു. അതാണ് അവൻ കൊടുത്ത വില. Don't waste your time living a life what the world talks about. ലോകം ചിന്തിക്കുന്ന ജീവിതം, ലോകം നിങ്ങളെക്കുറിച്ച് പറയുന്ന അഭിപ്രായപ്രകാരം ജീവിച്ച് നിങ്ങൾ സമയം പാഴാക്കരുത്. You and I can be a trendsetter for Jesus today. നിങ്ങളും ഞാനും ചേർന്ന് ഈ ലോകത്തിൽ യേശുവിന് വേണ്ടി ഒരു മാതൃകയായി ജീവിക്കാൻ പറ്റും. But for that we have to pay a price. പക്ഷെ നാം അതിനുവേണ്ടി ചിലപ്പോൾ വില കൊടുക്കേണ്ടി വരും. It's tough. It is very difficult. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, വളരെ കഠിനമേറിയ കാര്യമാണ്. But with the help of Jesus we can be overcomers. പക്ഷേ യേശുവിന്റെ സഹായത്താൽ അതിജീവിക്കുന്നവരെ മാറുവാൻ നമുക്ക് സാധിക്കും. When I look at my first passport, എൻ്റെ ആദ്യത്തെ പാസ്പോർട്ട് ഞാൻ നോക്കുമ്പോൾ
When God told me to go to every nation, എല്ലാ രാജ്യങ്ങളിലേക്കും ലോകത്തിൽ പോകാൻ പറഞ്ഞപ്പോൾ I saved up all my money and bought my ticket to go to Moscow. എനിക്ക് ഏറ്റവും ഉണ്ടായിരുന്ന പൈസ എല്ലാം കൂടെ സംഭരിച്ച് ഞാൻ മോസ്കോയ്ക്ക് പോകുവാനായിട്ട് ടിക്കറ്റ് വാങ്ങി. 19th of February 2002. 19 ഫെബ്രുവരി 2002. That was the opening of my travel അതെന്റെ യാത്രയുടെ തുടക്കമായിരുന്നു. as an international artist. ഒരു അന്താരാഷ്ട്രീയ സംഗീതജ്ഞൻ എന്ന നിലയിൽ ആദ്യത്തെ യാത്രയായിരുന്നു. They asked for a bribe in Russia. റഷ്യയിൽ അവരെന്നോട് ഒരു കൈക്കൂലി ചോദിച്ചു. They wanted about 500 rupees or 1000 rupees. അന്നത്തെ കാലത്ത് 500 രൂപ 1000 രൂപ എന്നോട് കൈക്കൂലി ചോദിച്ചു. But I'm a Christian. ഞാനൊരു ക്രിസ്ത്യാനിയാണ്. I cannot give a bribe. എനിക്ക് കൈക്കൂലി കൊടുക്കാൻ സാധ്യമല്ല. Because Bible teaches that. വചനം അങ്ങനെ പഠിപ്പിക്കുന്നു. And the Bible is relevant even today. ഇന്നും വേദപുസ്തകത്തിന് പ്രസക്തിയുണ്ട്. Bible does not change. വേദപുസ്തകത്തിന് മാറ്റം വരുന്നില്ല. The only unchanging thing in this world is the Bible. ലോകത്തിൽ മാറ്റമില്ലാത്തൊരു കാര്യമുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനമാണ്. So love the word of God. ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കാം. Read the word of God. അതിനെ വായിക്കാം. Meditate on the word of അതിനെ God. ധ്യാനിക്കാം. Use the word of God for your daily lifestyle. ദൈനംദിന ജീവിതത്തിനായി അതിനെ ഉപയോഗിക്കാം. And because I did not give a bribe, ഞാൻ അന്ന് കൈക്കൂലി കൊടുക്കാഞ്ഞതുകൊണ്ട് for 30 hours I was kept in the airport. 30 മണിക്കൂർ വിമാനത്താവളത്തിൽ എന്നെ അവിടെ അടച്ചു വെച്ചു. After 30 hours they deported me back to India. 30 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആദ്യത്തെ യാത്രയിൽ എന്നെ മടക്കി അയച്ചു. Everywhere people looked at me as a criminal. എല്ലാവരും ഞാൻ എന്തോ ഒരു കൊള്ളക്കാരനെ പോലെ അവരെന്നെ നോക്കുവാൻ തുടങ്ങി. Because they knew I was deported. കാരണം ഞാൻ അവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ Even when I come to the aeroplane, the air hostess takes my boarding pass. ഞാൻ എയർപ്ലെയിനിൽ കയറാൻ വന്നപ്പോൾ എന്റെ ബോർഡിംഗ് പാസ് എയർ ഹോസ്റ്റസ് എടുത്ത് നോക്കി, സൂക്ഷിച്ചു നോക്കി. And I've been escorted by the police. പോലീസുകാർ എന്നെ അകമ്പടി സേവിച്ചാണ് പ്ലെയിനിലേക്ക് കൊണ്ടുപോയത്. And below it says deportee. അതിനടിയിൽ എഴുതിയിരിക്കുന്നു ഡീപ്പോർട്ട് ചെയ്യപ്പെട്ട So ആൾ. this was the opening ceremony of my world record. എന്റെ ലോക റെക്കോർഡുകളുടെ ഓപ്പണിംഗ് സെറമണി ആയിരുന്നു ഈ സംഭവം. Sometimes we face challenges in life. ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ പലപ്പോഴും നാം ജീവിതത്തിൽ നേരിടാറുണ്ട്. But don't allow your beginning to shape your ending. പക്ഷേ നിങ്ങളുടെ തുടക്കം നിങ്ങളുടെ അന്ത്യത്തെ രൂപീകരിക്കുവാൻ നിങ്ങൾ സമ്മതിക്കരുത്. If everything is going smooth in your life, then something is wrong there. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം സ്മൂത്തായി ഒരു കുഴപ്പവുമില്ലാതെ സുഖമായി ഓടുന്നെങ്കിൽ എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ കുഴപ്പമുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. Tell me which enemy will be happy with you when everything is going well, you as a child of God. നിങ്ങൾ ദൈവത്തിന്റെ പൈതൽ എന്ന നിലയിൽ ജീവിക്കുമ്പോൾ ഏത് ശത്രുവിനാണ് നിങ്ങളോട് യുദ്ധമില്ലാതിരിക്കുക? No. തീർച്ചയായും ശത്രുവിന് യുദ്ധം No, ഉണ്ടായിരിക്കും. enemy will always try his best. ശത്രു എപ്പോഴും നിങ്ങൾക്ക് എതിരായി നിൽക്കാൻ നോക്കും. The Bible says the thief comes to steal and to kill and to destroy. മോഷ്ടിപ്പാനും മറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല എന്ന് തിരുവചനം പറയുന്നു. And sometimes we have thieves in our own people. നമ്മുടെ ആൾക്കാരുടെ പോലും നമുക്കെതിരെ ഉള്ള കള്ളത്തരങ്ങൾ കാണിക്കുന്നവരുണ്ടായിരിക്കും. That should not stop you from following Christ. പക്ഷേ ക്രിസ്തുവിനെ പിൻപറ്റുന്നതിൽ നിന്ന് അത് നിങ്ങളെ പിന്തിരിപ്പിക്കരുത്. Because Jesus has come to give us life and life in abundance. കാരണം യേശു വന്നത് നമുക്ക് ജീവൻ തരുവാനും ജീവൻ സമൃദ്ധമായി തരുവാനുമാണ്. So nothing stopped me. അതുകൊണ്ട് ഒന്നും എന്നെ തടഞ്ഞു നിർത്തിയില്ല. Because I had the will of God in my life. ദൈവത്തിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ ഞാൻ And I തിരിച്ചറിഞ്ഞതുകൊണ്ട് knew that heaven and earth will pass away, but words of Jesus will never pass away. ആകാശ ഭൂമി ഒഴിഞ്ഞു പോയാലും യേശുവിന്റെ വചനം ഒരിക്കലും ഒഴിഞ്ഞു പോകത്തില്ലെന്ന് എനിക്ക് ഉറപ്പായി അറിയാമായിരുന്നു. I knew that he had a promise for me that he will take me to every nation. അവൻ ലോകത്തിലെ സകല രാജ്യങ്ങളിലേക്കും എന്നെ കൊണ്ടുപോകുന്നുള്ള ആ വാഗ്ദത്തം എന്റെ പേർക്കും തന്നുവെന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. And the faithfulness of Jesus took me through and accomplished what he started. യേശുവിന്റെ വിശ്വസ്തത അവൻ എന്നിൽ ആരംഭിച്ച പ്രവൃത്തിയെ അതിനെ പൂർത്തീകരിക്കുകയും ചെയ്തു. And it was so beautiful to be part of that command that Jesus gave, go into all the world and preach the gospel. ലോകത്തിൽ സകല രാജ്യങ്ങളിലേക്ക് പോയി യേശുവിന്റെ സുവിശേഷം പറയുക എന്ന് പറഞ്ഞ ആ കൽപ്പനയുടെ ഭാഗമായി തീരാൻ എനിക്ക് സാധിച്ചത് വലിയ സന്തോഷമായി. Only 3 Christians in the world have been to every country. ഈ ലോക രാജ്യങ്ങളിൽ 3 ക്രിസ്ത്യാനികൾ മാത്രമേ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പോയതായി തെളിവുള്ളൂ. 2 Americans and 1 Indian. 2 അമേരിക്കക്കാരും ഒരു ഇന്ത്യക്കാരനും. But I'm just an ordinary person. പക്ഷേ ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്. It is only Jesus who could take me to these nations. യേശു മാത്രമാണ് എന്നെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയത്. I remember going to a very small little country. ഒരു കൊച്ചു ചെറിയ രാജ്യത്തിലേക്ക് പോകുന്നത് ഞാൻ ഓർക്കുന്നു. It is called Pitcairn Island. പിക്പാൻ ഐലൻഡ് എന്നാണ് ഐലൻഡിന്റെ പേര്. It's the most remote country in the world. ലോകത്തിലെ ഏറ്റവും ദൂരത്തായിരിക്കുന്ന ഒരു ചെറിയ രാജ്യമാണ്. It takes 2 days by boat. വള്ളത്തിൽ 2 ദിവസം യാത്ര ചെയ്തെങ്കിൽ അവിടെ എത്തിച്ചേരാൻ But the പറ്റും. boat is available once in 3 months. 3 മാസത്തിൽ ഒരിക്കൽ മാത്രമേ അത്തരം ഒരു വള്ളം അവൈലബിൾ ആകത്തുള്ളൂ, ലഭ്യമാകത്തുള്ളൂ. Population of the island is 66 people. 66 പേരാണ് ആ ദ്വീപിന്റെ
പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യ. And God gave me the privilege to go to this tiny nation and share the good news of ഏറ്റവും Jesus. ചെറിയ രാജ്യത്തിലും പോയി കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. 52 people came for the concert. 52 പേര് അന്നത്തെ സംഗീത സായാഹ്നത്തിന് വന്നു. So that is 80% of the country that came for the അതായത് concert. രാജ്യത്തിന്റെ ജനസംഖ്യയിൽ 80% ആൾക്കാരും അന്നത്തെ മീറ്റിംഗിന് So വന്നു this ചേർന്നു. is the work of Jesus in a broken, ordinary, transformed person's ഒരു life. തകർക്കപ്പെട്ട നുറുക്കപ്പെട്ട എന്നാൽ രൂപാന്തരം പ്രാപിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ യേശുവിന്റെ പണിയാണ് ഇതെല്ലാം. Till today I have never asked for money. ഇന്ന് വരെ ഞാൻ ആരോടും പണം ചോദിച്ചിട്ടില്ല. In fact it's been 4 years I have not even prayed for money. 4 വർഷമായി ഞാൻ പണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ ആയിട്ട്. Because I did not have the opportunity to pray for money. കാരണം അത് പ്രാർത്ഥിക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടായില്ല. The world is going through financial crisis. ലോകം സാമ്പത്തിക മാന്ദ്യതയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. Because they are trying to depend on their own smartness. അവരുടെ സ്വന്തം കഴിവിലും പ്രാപ്തിയിലും ആശ്രയിച്ചാണ് ലോകം ഓടിക്കൊണ്ടിരിക്കുന്നത്. People who are involved in your businesses. നിങ്ങൾ ബിസിനസ്സുകളിൽ ആയിരിക്കുന്ന വ്യക്തികളോട് ഞാൻ പറയട്ടെ. Sometimes you think you are very smart with your നിങ്ങൾ experience. നിങ്ങളുടെ അനുഭവ സമ്പത്ത് കൊണ്ട് വളരെ മിടുക്കന്മാരാ നിങ്ങൾ ചിന്തിച്ചേക്കാം. And look what the smartness has created in this world പക്ഷേ today. ലോകത്തിലെ അനുഭവവും ജ്ഞാനവും കഴിവും എന്താണ് എവിടെയാണ് നമ്മൾ എത്തിച്ചു നോക്കുക. Many companies are shutting down. പല വലിയ കമ്പനികളും അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Companies have been sold out. അവ വിൽക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. But I want to tell you one thing. ഞാൻ നിങ്ങളൊരു കാര്യം പറഞ്ഞു ഓർപ്പിക്കട്ടെ. The Bible says, trust in the Lord with all your heart and lean not on your own understanding. നിങ്ങളുടെ പൂർണ്ണ മനസ്സോടെ നിങ്ങൾ യഹോവയിൽ ആശ്രയിക്കുക, നിങ്ങളുടെ സ്വന്തം കഴിവിൽ ഊന്നരുത് എന്ന് വചനം പറഞ്ഞിരിക്കുന്നു. Everyone are shocked. How can you travel to 50 countries every year? എല്ലാ വർഷവും 50 രാജ്യങ്ങൾ വെച്ച് എങ്ങനെ ഒരു വ്യക്തിക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന പലരും How do you അത്ഭുതപ്പെടാറുണ്ട്. plan yourself? നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അതിനൊരു പദ്ധതി ഇടുന്നതെന്ന് ചോദിക്കാറുണ്ട്. How do you buy your tickets? നിങ്ങളുടെ ടിക്കറ്റുകൾ നിങ്ങൾ എങ്ങനെ വാങ്ങിക്കുമെന്ന് ചോദിക്കാറുണ്ട്. I tell them the faithfulness of Jesus has not changed from 2002 till now. 2002 മുതൽ ഇന്ന് വരെയും യേശുക്രിസ്തുവിന്റെ വിശ്വസ്തത ഞാൻ അനുഭവിച്ചത് മാറ്റം വന്നിട്ടില്ല. When I was in Israel, ഞാൻ ഇസ്രായേലിലായിരിക്കുമ്പോൾ one businessman came to me. ഒരു ബിസിനസ്സുകാരന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു. He came and told me, Benny, have you saved up anything for your future? എന്നോട് പറഞ്ഞു, ബെന്നി നിന്റെ ഭാവിക്ക് വേണ്ടി നീ എന്തെങ്കിലും സംഭരിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. I said no. ഞാൻ പറഞ്ഞില്ല. But then I asked him why. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്? What if something happens? അദ്ദേഹം ചോദിച്ചു, എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും? What if somebody stops giving what they promised? നിനക്ക് തരാമെന്ന് വാക്ക് പറഞ്ഞ ആരെങ്കിലും തരുന്നത് നിർത്തിക്കളഞ്ഞാൽ എന്താകും? But I told him I have never had any need in my life. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു ആവശ്യം ഇതുവരെ വന്നിട്ടേയില്ല. He said, what if you run out of money? What if you run out of money? നീ പണം ഇല്ലാതെയായി തീർന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. I told him a simple truth. ഞാൻ ഒരു സത്യം ലളിതമായിട്ട് ഇങ്ങനെ പറഞ്ഞു. I told him, brother, സഹോദര, the last 12 years I have experienced the faithfulness of Jesus. 12 വർഷങ്ങൾ ഞാൻ യേശുവിന്റെ വിശ്വസ്തത അനുഭവിച്ചു കഴിഞ്ഞു. He has never failed me even once. ഒരിക്കൽ പോലും അവൻ എനിക്കൊരു പരാജയം അനുഭവിച്ചിട്ടില്ല. At least I can assure you, I can trust him for the next 12 years that he will never fail me. അടുത്ത 12 വർഷത്തേക്കെങ്കിലും തീർച്ചയായിട്ടും അവനെ വിശ്വസിക്കാൻ എനിക്ക് ഉറപ്പ് തരാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. He just listened and he left. അദ്ദേഹം ശ്രദ്ധിച്ചു നിന്നിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോയി. How can you challenge the faithfulness of Jesus? യേശുവിന്റെ വിശ്വസ്തതയെ നമുക്ക് എങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റും? If he could take me to the ends of the earth, ലോകത്തിന്റെ അന്ത്യത്തോളം അവൻ എന്നെ കൊണ്ടുപോകാൻ ഇടയാക്കിയെങ്കിൽ, to speak the good news, ദൈവത്തിന്റെ സുവിശേഷം പറയുവാൻ ഇടയാക്കിയെങ്കിൽ, there is nothing impossible. അവൻ അസാധ്യമായ ഒരു കാര്യവുമില്ല. I'm going to play this song on my guitar. എന്റെ ഈ പാട്ട് ഞാൻ ഈ ഗിറ്റാറിൽ വായിക്കാൻ പോവുകയാണ്. I cannot sing. എനിക്ക് പാടാനല്ല കഴിവുള്ളത്. I'm an instrumentalist. ഞാനൊരു സംഗീത വാദ്യ ഉപകരണമാണ് ഉപയോഗിക്കുന്നത്. In 2004 I was invited for the Olympic Games in Greece. ഗ്രീസിൽ 2004 ഒളിമ്പിക്സിനായി ഞാൻ ക്ഷണിക്കപ്പെട്ടു. And at the Olympic Games they strictly told me you cannot share your testimony. ഒളിമ്പിക് ആ വേളയിൽ അത് അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ അനുഭവ സാക്ഷ്യം പറയാൻ അനുവാദമില്ലെന്ന് പറഞ്ഞു. I will tell you, Jesus is everything for me. യേശുവാണ് എനിക്ക് സർവ്വം നിങ്ങളോട് പറയട്ടെ. If somebody stops me from sharing Jesus, I will not play my music. യേശുവിനെ വെളിപ്പെടുത്തുന്ന സാക്ഷ്യം പറയാതിരുന്നാൽ പിന്നെ എനിക്ക് അവിടെ ഈ വാദ്യോപകരണം വായിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. I want to be vocal about my faith and my Jesus. എന്റെ വിശ്വാസത്തെക്കുറിച്ചും എന്റെ യേശുവിനെക്കുറിച്ചും വാഗുകൊണ്ട് പറയാതിരിക്കാൻ എനിക്ക് സാധ്യമല്ല. അതാണ് എന്റെ ആഗ്രഹം. I am not a secret Christian. ഞാനൊരു രഹസ്യ ക്രിസ്ത്യാനി അല്ല. I am a vocal Christian. ഞാൻ വാക്കുകൊണ്ട് വെളിപ്പെടുത്തി ജീവിക്കുന്ന ഒരു വിശ്വാസിയാണ്. And I am vocal not only in the church, even outside the ഞാൻ church. സഭയ്ക്കകത്ത് മാത്രമല്ല, പരസ്യമായി പൊതുജനങ്ങളുടെ ഇടയിൽ ഞാൻ രഹസ്യമായിട്ടല്ല, പരസ്യമായി ജീവിക്കുന്ന ക്രിസ്ത്യാനിയാണ്. Friends who are working in colleges, in schools, in offices. കോളേജുകളിലും സ്കൂളുകളിലും ഓഫീസുകളിലും ജോലി ചെയ്യുന്ന സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, don't try to remain silent. നിങ്ങൾ മൗനമായിരിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. Use every opportunity to be the light and the salt of Jesus Christ. ഭൂമിയുടെ ഉപ്പും വെളിച്ചവുമായി യേശുവിന് വേണ്ടി നിലകൊള്ളാൻ ഏത് അവസരത്തെയും ഉപയോഗിക്കുക.
Nothing should stop you. ഒന്നും നിങ്ങളെ തടഞ്ഞു നിർത്തരുത്. But be as wise as serpents and harmless as dove. പക്ഷേ നിങ്ങൾ പ്രാവിനെ പോലെ നിർമ്മലതയുള്ളവരും പാമ്പിനെ പോലെ കൂർമ്മബുദ്ധിയുള്ളവരായിരിക്കുകയും ചെയ്യണം. And I prayed and I asked Jesus, help me to design a guitar the world has never seen. ഞാൻ യേശുവിനോട് അന്നേരം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ, ലോകം കാണാത്ത ഒരു ഗിറ്റാർ ഒരു പണിതെടുക്കുവാൻ രൂപകൽപ്പന ചെയ്യുവാൻ എന്നെ സഹായിക്കണം ഞാൻ So പ്രാർത്ഥിച്ചു. that this guitar will be so unique that athletes as well as the audience will be attracted to come and look at the guitar and ask me questions, and I can share my testimony back. അത്തരം ഒരു ഗിറ്റാർ കണ്ട് അവർ വിസ്മയഭരിതരായി അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുവാൻ ഈ കളികൾ കഴിയുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് അത്ലറ്റുകളും കളിക്കാരും ചോദിച്ചാൽ അവരോട് എനിക്ക് എൻ്റെ സാക്ഷ്യം പറയാൻ പറ്റണം. Christians are called to invent new things so that we can share the gospel through ക്രിസ്ത്യാനികളെ, invention. നിങ്ങൾ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് കർത്താവ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്. യേശുവിന്റെ സുവിശേഷം പറയാനുള്ള നവീനമായ മാർഗങ്ങൾ കണ്ടുപിടിക്കാനാണ് And പറയുന്നത്. you and I can be part of that program of നിങ്ങൾക്കും Jesus. എനിക്കും ആ യേശുവിന്റെ പദ്ധതിയുടെ ഭാഗമായി തീരുവാൻ സാധിക്കണം. So he helped me to design this guitar, which is the only guitar in the world with drums inside. ഡ്രംസ് ഉൾപ്പെടുത്തി പണിയപ്പെട്ട ഗിറ്റാർ എന്ന നിലയിൽ ഏക ഗിറ്റാർ ലോകത്തിലുള്ളത് ഇന്ന് ഇത് മാത്രമാണ്. അത് രൂപകൽപ്പന ചെയ്യുവാൻ കർത്താവിനെ സഹായിച്ചു. In many parliaments I am invited to play this guitar because they have never seen something like this. പല പാർലമെന്റുകളിലും ഈ ഗിറ്റാർ വായിക്കുവാൻ എന്നെ ക്ഷണിക്കുന്നത് ഇത്തരം ഒരു ഗിറ്റാർ ലോകത്തിൽ വേറെ ഇല്ലാത്തത് കൊണ്ടാണ്. The king of Rajasthan has invited me to come and do a special concert for the royal family next year. അടുത്ത വർഷം രാജസ്ഥാനിലെ രാജാവ് രാജകീയ കുടുംബത്തിന് വേണ്ടി ഒരു പ്രത്യേക പരിപാടിയിൽ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. But for me, my faith in Jesus is very evident. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ക്രിസ്തുവിലുള്ള യേശുവിലുള്ള വിശ്വാസം വളരെ പ്രകടമായിട്ടാണ് I ഇരിക്കുന്നത്. cannot keep that secret. അത് ഒളിച്ച് രഹസ്യമാക്കി വെക്കുവാൻ എനിക്ക് സാധ്യമല്ല. I remember when I broke the world record. ഞാൻ ലോകത്തിന്റെ റെക്കോർഡ് തകർത്തെറിഞ്ഞപ്പോൾ CNN was the first news channel to interview me. CNN ന്യൂസ് ചാനൽ എൻ്റെ അടുത്ത് വന്ന് എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നു. And you know how the news channels are. They will twist the news for their own benefit. ന്യൂസ് ചാനലുകൾ വാർത്തകളെ തങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾക്കായി വളച്ചൊടിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. But I want to give the credit of the world record back to Jesus. പക്ഷേ എനിക്കുണ്ടായ ഈ ലോക റെക്കോർഡിന്റെ എല്ലാ മേന്മയും യേശുവിന് തിരിച്ചു കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. And I had a hat which said, "Thank you, Jesus." എൻ്റെ തലയിൽ ഒരു തൊപ്പി ഉണ്ടായിരുന്നു, നന്ദി യേശു എന്ന് പറഞ്ഞൊരു തൊപ്പി ഞാൻ And they told ധരിച്ചിരുന്നു. me, "Sir, please take your hat off." അപ്പോൾ CNN-കാർ പറഞ്ഞു, സാറേ നിങ്ങൾ ആ തൊപ്പി എടുത്ത് മാറ്റണം. Because that hat is a religious statement and we are a secular channel. കാരണം ആ തൊപ്പി ഒരു മതപരമായ ഒരു പ്രഖ്യാപനമാണ് നടത്തുന്നത്. ഞങ്ങളോ ഒരു മതപരമല്ലാത്ത മതേതര ഒരു ചാനലാണെന്ന് And പറഞ്ഞു. might be some of you are saying the same thing. We work in a secular environment. How can we be the light of Jesus? ഒരുപക്ഷെ നിങ്ങളും ഇങ്ങനെ എന്നോട് പറഞ്ഞേക്കാം, നിങ്ങളൊരു മതേതര സ്വഭാവമുള്ള ഒരു സ്ഥാപനത്തിലായിരിക്കാം ജോലി ചെയ്യുന്നത്, ഞങ്ങൾക്ക് എങ്ങനെ യേശുവിന്റെ ഉപ്പുമിളക്കമായി മാറാൻ പറ്റും? So I asked Jesus for a new idea. അതുകൊണ്ട് ഞാൻ യേശുവിനോട് ഒരു പുതിയ ആശയത്തിന് വേണ്ടി So ചോദിച്ചു. he helped me to design a new hat. അതുകൊണ്ട് ഒരു പുതിയ ഒരു തൊപ്പി രൂപകൽപ്പന ചെയ്യുവാൻ യേശു എന്നെ സഹായിച്ചു. Now this hat says, "Thank you, Jesus, I am an Indian." ഈ തൊപ്പിയിൽ പറഞ്ഞിരിക്കുന്നത്, നന്ദി യേശുവേ, ഞാനൊരു ഭാരതീയനായിരിക്കുന്നതുകൊണ്ട് Now നന്ദി. this is not a religious statement, but it is a patriotic statement. ഇതിപ്പം ഒരു മതപരമായ പ്രഖ്യാപനമല്ല, ഇതൊരു രാജ്യസ്നേഹത്തിന്റെ ഒരു പ്രഖ്യാപനമായി മാറി. So nobody can stop me now. ഞാൻ അങ്ങനെ രാജ്യസ്നേഹത്തിന്റെ പ്രഖ്യാപനം നടത്തുന്നതുകൊണ്ട് ആർക്കും എന്നെ ഇനി തടയുവാൻ സാധ്യമല്ല. Every news channel, when they do interview, I wear my hat. ഏതെങ്കിലും ന്യൂസ് ചാനലുകൾ, ടെലിവിഷൻ ചാനലുകൾ എന്നെ ഇന്റർവ്യൂ ചെയ്താൽ അപ്പോൾ ഞാൻ ഈ തൊപ്പി എടുത്തിരിക്കും. Sometimes the producer comes to me and says, "What is this on your head?" അപ്പം അതിന്റെ തലവനാൻ നിൽക്കുന്ന വ്യക്തി എന്റെ അടുത്ത് ചോദിക്കും, ഈ തലേ നിങ്ങൾ വെച്ചിരിക്കുന്ന സാധനം എന്തുവാ? I tell him, "I am proud to be an Indian." ഞാൻ പറയും, ഞാനൊരു ഭാരതീയനായിരിക്കുന്നതിൽ ഞാൻ അധികം സന്തോഷിച്ച് അഭിമാനിക്കുന്നു എന്ന് പറയും. He tells the cameraman, "Do a close up of the hat also." പെട്ടെന്ന് അദ്ദേഹം ആ പ്രൊഡ്യൂസർ പറയും, ആ ക്യാമറമാനോട് പറയും, ഒരു ക്ലോസപ്പ് തൊപ്പിയും കൂടി എടുക്കാൻ പറയും. So this is how I'm able to share Jesus in places where I cannot talk about Jesus. യേശുവിനെ കുറിച്ച് പറയുവാൻ വാക്കുകൊണ്ട് പറയാൻ അനുവാദം തരാത്തിടത്ത് ഇത്തരത്തിലൊക്കെയാണ് ഞാൻ യേശുവിനെ വെളിപ്പെടുത്തുന്നത്. There are times they can shut your mouth, ചിലപ്പോൾ നമ്മുടെ വായുകളെ പൂട്ടുവാൻ നിയമങ്ങൾക്ക് സാധിക്കും. but they can never shut your mind and your heart. പക്ഷെ നിങ്ങളുടെ മനസ്സിനെ, നിങ്ങളുടെ ഹൃദയത്തെയും ഒരിക്കലും അടച്ചു പൂട്ടാൻ ഒരു വ്യക്തിക്കും സാധ്യമല്ല. And God can give you the strength to be the light of Jesus creatively in this world today. ഇന്ന് ദൈവത്തിന് യേശുവിന്റെ വെളിച്ചവുമായി ക്രിയാത്മകമായി ഇരിക്കാൻ ഉള്ള ശക്തി തരാൻ സാധിക്കും. So let us give our best for Jesus. നമ്മുടെ ഏറ്റവും മെച്ചമായതിനെ, ശ്രേഷ്ഠമായതിനെ നമുക്ക് യേശുവിന് കൊടുക്കാം. All the education we have studied is so that we can proclaim
eternal life of Jesus. നമുക്കുള്ള അഭ്യസനവും പഠിത്തവും വിദ്യയും എല്ലാം നമ്മുടെ യേശുവിനെ നന്നായി വെളിപ്പെടുത്താനുള്ള കഴിവായി മാറട്ടെ. I was speaking at United Nations in Geneva. ജനീവയിൽ യുണൈറ്റഡ് നേഷൻസ് സംഘടനയ്ക്ക് വേണ്ടി ഞാൻ After സംസാരിക്കുകയായിരുന്നു. that, I had a meeting among the Christians. അതിനുശേഷം ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു മീറ്റിംഗ്, അവരുടെ വിശ്വാസികളുടെ ഇടയിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. I told them, don't think that you have a job so that you can provide for your family. ഞാൻ അവിടുത്തെ ജോലിക്കാരോട് പറഞ്ഞു, നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ചില പണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ജോലിയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കരുത്. If it is only money, you don't need a job. God can provide you only money. നിങ്ങൾക്ക് പണം മതിയായിരുന്നെങ്കിൽ മാത്രം മതിയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ജോലിയുടെ ആവശ്യമില്ല, അല്ലാതെ തന്നെ നിങ്ങൾക്ക് പണം തരുവാൻ ദൈവത്തിന് But God സാധിക്കും. has given you this place to be at United Nations so that you can be the salt and the light of Jesus. യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന ഈ ലോക സ്ഥാപനത്തിൽ നിങ്ങൾ ജോലി തന്നിരിക്കുന്നത് യേശുവിന്റെ വെളിച്ചവും ഉപ്പുമായി മാറുവാൻ വേണ്ടിയാണ്. The Bible says, if anyone tries to pretend that they don't know me, ദൈവത്തിന്റെ വചനം പറയുന്നു, യേശുവിനെ അറിയത്തില്ലെന്ന് ആരെങ്കിലും നാട്യം നടിച്ചാൽ, do you think that I will speak up to you? അവരെ കുറിച്ച് യേശുവിന് നല്ല ഒരു മതിപ്പുണ്ടാവുമെന്നാണോ പറയുന്നത്? Because Bible says that if you speak up for Jesus, he will speak up for you. നിങ്ങൾ യേശുവിന് വേണ്ടി ഉയർന്ന് സംസാരിക്കുമെങ്കിൽ യേശു നിങ്ങൾക്ക് വേണ്ടി ഉയർന്ന് സംസാരിക്കുമെന്നാണ് വചനം പറയുന്നത്. If you stand up for Jesus, he will stand up for you. നിങ്ങൾ യേശുവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമെങ്കിൽ യേശു നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുമെന്നാണ് So പറയുന്നത്. for me, I cannot be silent as a Christian. എനിക്കൊരു ക്രിസ്ത്യാനി എന്ന നിലയിൽ മൗനമായിരിക്കാൻ സാധ്യമല്ല. Because he picked me up from my death state to the life that he has given me. കാരണം എന്റെ മരണ അനുഭവത്തിൽ നിന്ന് യേശുവിന്റെ ജീവനിലേക്ക് എന്നെ ഉയർത്തിയത് കൊണ്ട് എനിക്ക് From മൗനമായിരിക്കാൻ being a സാധ്യമല്ല. useless child, he has made the pride of my nation. പ്രയോജനരഹിതമായി ഇരുന്ന ഒരു യൗവനക്കാരനിൽ നിന്ന് ഒരു രാഷ്ട്രത്തിന്റെ അഭിമാനമാക്കി എന്നെ മാറ്റിയതുകൊണ്ട് എനിക്ക് ഇന്ന് മൗനമായിരിക്കാൻ Above സാധ്യമല്ല. all, he forgave my sins and gave me eternal life. എല്ലാത്തിലും ഉപരി എന്റെ പാവങ്ങളെ മോചിച്ച് എനിക്ക് നിത്യമായ ജീവനെ അവൻ തന്നിരിക്കുന്നു. How can I keep quiet? ഞാൻ എങ്ങനെ മൗനമായിരിക്കാൻ സാധിക്കും? It is sin for me to keep quiet. ഞാൻ ഇനി മൗനമായിരുന്നാൽ അത് വെറും പാവമായിരിക്കും. It is sin not to share the gospel. സുവിശേഷം പറയാതിരുന്നാൽ ഞാൻ ലജ്ജിക്കേണ്ട പാവമാണ് ചെയ്യുന്നത്. So let us not be silent Christians. നമുക്ക് രഹസ്യ ക്രിസ്ത്യാനികളായിരിക്കാതിരിക്കാം. Let us be wise as serpent and harmless as dove. നമ്മള് പ്രാവിനെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ കൂർമ്മബുദ്ധിയുള്ളവരായിരിക്കാം. And creatively sharing the good news of Jesus. ക്രിയാത്മകമായ സൃഷ്ടിപരമായിട്ട് യേശുവിന്റെ നല്ല വാർത്തയെ ലോകത്തിന് So അറിയിക്കാം. I'm just going to play two songs. രണ്ട് പാട്ടുകൾ പാടുവാൻ ആഗ്രഹിക്കുന്നു. One song on the guitar and one song on the flute. ഒരു പാട്ട് ഗിറ്റാറിലും ഒരു പാട്ട് ഈ പാൻ ഫ്ലൂട്ട് എന്ന് പറയുന്ന And the ഉപകരണത്തിൽ. song on the guitar is called My Jesus, My Savior, Lord, there is none like you. എന്റെ യേശുവേ എന്റെ രക്ഷക നിന്നെ പോലെ ആരുമില്ല എന്നുള്ള പാട്ടാണ് ഗിറ്റാറിൽ Again, വായിക്കുന്നത്. doctors told I can never play the guitar ഡോക്ടർമാരോട് പറഞ്ഞിരുന്നു ഒരിക്കലും എനിക്ക് ഗിറ്റാർ വായിക്കാൻ പറ്റത്തില്ലെന്ന്. because of arthritis. എന്റെ സന്ധിവാദത്തിന്റെ പ്രശ്നം കാരണം And വിരൽ ഉപയോഗിക്കാൻ when പറ്റത്തില്ല. they see me play the guitar, ഞാൻ ഗിറ്റാർ വായിക്കുന്ന ഇപ്പോൾ അവർ കാണുമ്പോൾ they say this is not a miracle, but this is more than a miracle. ഇതൊരു അത്ഭുതമല്ല, ഇത് അത്ഭുതത്തെക്കാൾ വലിയ കാര്യമാണെന്ന് അവർ പലപ്പോഴും പറയും. Because this is only the work of Jesus ഇത് Christ. യേശുവിന്റെ പണി മാത്രമാണ്.
bar. യേശുവിന് പ്രായം ഒരിക്കലും ഒരു പരിധിയാകുന്നില്ല. He is willing to use you at the age that you are in right നിങ്ങൾ now. ഏത് പ്രായത്തിൽ ഇപ്പോൾ ആയിരിക്കുന്നോ ആ പ്രായത്തിൽ നിങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുവാൻ യേശു തയ്യാറാണ്. Young people, don't think that you are too young for God to use you. യൗവനക്കാരെ, യേശു നിങ്ങളെ ഉപയോഗിക്കാൻ നിങ്ങൾ പ്രായം കുറഞ്ഞവരായപ്പോൾ നിങ്ങൾ ചിന്തിക്കരുത്. And older ones, don't think that you are outdated, that God cannot use you. പ്രായം ഉള്ളവരെ, നിങ്ങൾ പ്രായം അധികമായി പോയി യേശു നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിക്കരുത്. Each one of you, your age is the best season for right now to be the light and the salt of നിങ്ങൾ Jesus. ഇപ്പോൾ ആയിരിക്കുന്ന പ്രായമാണ് യേശുവിന് വേണ്ടി ഏറ്റവും ഉപ്പും വെളിച്ചവുമായി പ്രകാശിക്കാനും പ്രയോജനപ്പെടാനുമുള്ള ഏറ്റവും നല്ല അവസരം. So I told Jesus, if you give me 100% lungs, I will play this instrument. ഞാൻ യേശുവിനോട് പറഞ്ഞു, യേശുവേ, 100% എനിക്ക് സൗഖ്യത്തോടെ എൻ്റെ ശ്വാസകോശം തിരികെ തന്നാൽ ഞാനിത് വായിക്കാമെന്ന് പറഞ്ഞു. He told me, Benny, I will give you what is needed. യേശു പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടത് അത് സമയത്ത് തരും. He told me that, don't you remember I used 5 loaves of bread and 2 fish to feed 5,000? യേശു പറഞ്ഞു, 5 അപ്പം കൊണ്ട് 5000 പേരെ ഞാൻ പോഷിപ്പിച്ചതും 2 മീൻ കൊണ്ട് അവരെ പോഷിപ്പിച്ചത് നീ ഓർക്കുന്നില്ലേ എന്ന് ചോദിച്ചു. Don't you think I can use 40% lungs to play flute for my glory? 40% മാത്രം പ്രവർത്തിക്കുന്ന ശ്വാസകോശം കൊണ്ട് എൻ്റെ മഹത്വത്തിനായി നിന്നെ കൊണ്ട് ഇത് വായിപ്പിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ലേ എന്ന് ചോദിച്ചു. He said, my strength has been made perfect in your weakness. ബലഹീനതയിൽ എൻ്റെ ശക്തി തികഞ്ഞു വരുന്നതായി യേശുക്രിസ്തുവിനോട് പറഞ്ഞു. And today when the doctors see me play the pan flute, ഞാൻ ഇന്ന് പാൻ ഫ്ലൂട്ട് വായിക്കുന്ന ഡോക്ടർമാർ കാണുമ്പോൾ, they said, we cannot prove medically how you can play this. നീ ശാസ്ത്രീയമായി ഇതെങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഇത് തെളിയിക്കാൻ പറ്റത്തില്ലെന്ന് ഡോക്ടർമാർ I സമർത്ഥിച്ചു. was speaking at IIT Kanpur. IIT കാൺപൂരിൽ ഞാൻ സംസാരിക്കുകയായിരുന്നു. A young boy came and said, see, I am a scientific mind, I don't believe in God. ഒരു യൗവനക്കാരൻ പയ്യൻ മുമ്പോട്ട് പറഞ്ഞു, ഞാനൊരു ശാസ്ത്രജ്ഞനാണ്, ശാസ്ത്രീയ മനസ്സുള്ളതാണ്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. And he said, I heard you talking about God, but why do you need God? നീ ദൈവത്തെക്കുറിച്ച് പറയുന്നൊക്കെ ഉത്തരം ഞാൻ കേട്ടു, എന്തിനാണ് നിനക്ക് ദൈവം ഇതിനകത്ത് എന്ന് ചോദിച്ചു. Your story is beautiful without God. അവൻ പറഞ്ഞു, നിങ്ങളുടെ കഥ വളരെ മനോഹരമായിരിക്കും, ദൈവം ഇല്ലാതെ തന്നെ വളരെ മനോഹരമായിരിക്കുന്നു. Don't give unwanted credit to God. ദൈവത്തിന് അനാവശ്യമായിട്ടുള്ള സ്തുതിയൊന്നും കൊടുക്കരുതെന്ന് പയ്യൻ എന്നെ ഉപദേശിച്ചു. You can do things with your willpower. നിങ്ങളുടെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ എന്ന് അദ്ദേഹം I പറഞ്ഞു. told young man, ഞാൻ പറഞ്ഞു, യൗവനക്കാരനെ, you heard me play the pan flute. നീ പാൻ ഫ്ലൂട്ട് ഞാൻ വായിക്കുന്നത് കേട്ടല്ലോ. I have 40% lungs. എനിക്ക് 40% ശ്വാസകോശമാണുള്ളത്. Explain to me with your scientific mind, how did I play the pan flute with 40% നിന്റെ lungs? ശാസ്ത്രീയ മനസ്സുകൊണ്ട് എനിക്കൊന്ന് തെളിയിച്ചതാ ഞാൻ ഈ 40% ശ്വാസകോശം കൊണ്ട് ഈ ഉപകരണം ഇങ്ങനെ വായിക്കുന്നുവെന്ന്. He said, this is an act of God. ഇത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയാണ് നാം സമ്മതിച്ചു. So I said, that's why I give my credit back to Jesus. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തിന്, യേശുവിന് എല്ലാ മഹത്വം കൊടുക്കുന്നത്. Because ഞാനും പറഞ്ഞു, everything that I do is nothing but the act of Jesus Christ. ഞാൻ ചെയ്യുന്ന ഓരോ കാര്യവും യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി അല്ലാത്തതല്ല, അത് മുഴുവൻ യേശുവിന്റെ I പ്രവൃത്തിയാണ്. am not ashamed of Jesus. ഞാൻ യേശുവിനെ കുറിച്ച് ലജ്ജിതനല്ല. I am not a secret Christian. ഞാൻ ഒരു രഹസ്യ ക്രിസ്ത്യാനിയല്ല. I am proud of the fact, I boast of the fact that Jesus is the one who transformed me and did this. യേശുവാണ് എന്നെ രൂപാന്തരപ്പെടുത്തി എന്നിൽ ഇത് നിവർത്തിച്ചെന്നുള്ള കാര്യത്തിൽ ഞാൻ ആഹ്ലാദിക്കുന്നു, ഞാൻ അതിൽ ആനന്ദിക്കുന്നു. And as I play this beautiful hymn, ഞാൻ ഈ പാട്ട് പാടുമ്പോൾ, മനോഹരമായി പാട്ട് വായിക്കുമ്പോൾ, my prayer is that you would give your life to Jesus. എൻ്റെ പ്രാർത്ഥന ഇതാണ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ അത്തരത്തിൽ യേശുവിന് Might be സമർപ്പിക്കണം. you're even questioning, is there a God in this world? ഒരുപക്ഷെ ഈ ലോകത്തിൽ ദൈവമുണ്ടോ എന്ന് തന്നെ നിങ്ങൾ സാഹിത്യത്തിൽ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കാം. Might be some of you have been born in Christian families and you have never had an encounter with Jesus. നിങ്ങൾ ഒരുപക്ഷെ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വീണുപോയതുകൊണ്ട് യേശുവുമായിട്ട് നിങ്ങൾക്കൊരു അഭിമുഖമായ ഇടപാട് ഉണ്ടായി കാണത്തില്ല. No, just see, if a mother is pregnant ഒരു അമ്മ ഗർഭവതിയാണെങ്കിൽ and she goes to KFC. അവള് KFC-യിലേക്ക് പോയി, ആ കടയിലേക്ക് പോയാൽ, And now KFC is a restaurant. ആ റെസ്റ്റോറന്റിൽ പോയാൽ, If she gives birth to a child, അവിടെ കുഞ്ഞിനെ ജന്മം കൊടുത്താൽ, do you think the child will become a chicken? ആ കോഴി ഭക്ഷണം ലഭിക്കുന്ന ചിക്കൻ കടയിലാണല്ലോ അത്, അവിടെ കോഴിയായിട്ടാണ് ആ കുഞ്ഞ് ജനിക്കാൻ പോകുന്നത്. No, just because the baby was born in KFC, will the baby become a chicken? KFC, Kentucky Fried Chicken കടയിൽ കുഞ്ഞിനെ ജനിപ്പിച്ചത് കൊണ്ട് കുഞ്ഞു കോഴിയായി പിറക്കുമോ? The same thing, just because you're born in a Christian family automatically does not make you a Christian. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ പിറന്നതുകൊണ്ട് നിങ്ങൾ ക്രിസ്ത്യാനിയായി ജനിക്കുന്നില്ല. And so I pray that you will have a personal encounter with Jesus. നിങ്ങൾക്ക് വ്യക്തിപരമായി യേശുക്രിസ്തുവുമായി ഒരു അഭിമുഖ ഇടപാട് ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. And that is my prayer as I play this song. ഞാനിത് വായിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന അതാണ്. Let his strength be made perfect in your weakness. നിങ്ങളുടെ ശക്തി നിങ്ങളുടെ ബലഹീനത നടുവിൽ അത് വലിയ ശക്തിയായി വെളിപ്പെടട്ടെ. That each one of you will have the opportunity to testify the transforming power of Jesus. യേശുവിനെ രൂപാന്തരപ്പെടുന്ന വലിയ ശക്തിയെ ഓരോരുത്തരുമായി നിങ്ങൾ വെളിപ്പെടുത്തുവാൻ നിങ്ങൾക്ക് അവസരമായി തീരട്ടെ.
ഒരു ഭാരതീയനായിരിക്കുന്ന ഈ യുവ സഹോദരൻ അനേക രാജാക്കന്മാരുടെ നടുവിലും അനേക രാജ്യങ്ങളിലും തനിക്ക് ദൈവം കൊടുത്ത കഴിവിനെ സുവിശേഷത്തിനായി ഉപയോഗിക്കുമ്പോൾ സിനിമയ്ക്കോ മറ്റ് കാര്യങ്ങൾക്കോ ഒന്നും പോകാതെ, മറ്റൊരു കാര്യങ്ങൾക്കും വേണ്ടി തൻ്റെ കഴിവിനെ ഉപയോഗിക്കാതെ തനിക്ക് കൊടുത്ത കഴിവ് താൻ യേശുവിന് വേണ്ടി കൊടുത്തത് കൊണ്ടാണ് തന്നെ ദൈവം മാനിച്ചത്. Stretch your hand in everyone. നിങ്ങളുടെ കരങ്ങളെ ഇവിടേക്ക് നീട്ടിയാട്ടെ. Pray for Benny Prasad. Father God, I pray for this young man of God in the name of Jesus. Lord, use him mighty ways. Dear brother, the year of 2013, God will do the great things for you, and God will open the new way for you, and God will use in mighty ways. Father God, we bless this man of God and his ministry in the name of Father, Son and Holy Spirit. Lord, I bless again in the name of Jesus, Lord. Thank you, Father God. Thank you, Father God. നീ അനുഗ്രഹിച്ചതിന് നന്ദി കർത്താവേ. നീ പ്രവർത്തിച്ചതിന് നന്ദി കർത്താവേ. നിന്റെ മകനെ നീ ഉയർത്താൻ പോകുന്നതിനായി നന്ദി കർത്താവേ. ഞങ്ങൾ പല പ്രിയപ്പെട്ടവർക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത പല മേഖലകളിലും കടന്നു ചെന്ന് കർത്താവെ മന്ത്രിമാരോട്, രാഷ്ട്രപതിയോട്, ഈ ലോകത്തിലെ പ്രമാണിമാരോട് നിന്റെ സുവിശേഷം അറിയിപ്പാൻ ആമേൻ നിന്റെ മകനെ നീ കണ്ടിരിക്കുന്ന നിന്റെ വിശ്വസ്തതയ്ക്കായി Father, we thank you for this mighty man of God in the name of Jesus, Lord. Hallelujah. We give you all glory, we give you all praise in the name of Jesus, Lord. Thank you, Father. Amen. Dear man of God, thanks for coming in our church. Really we are blessed through your ministry. Really we are blessed. എത്ര പേര് എന്ന് പറയുന്ന ഒരു വലിയ അനുഗ്രഹമായിരുന്നു. God bless you, sir. Thank you.